ഇപ്പോൾ ചെയ്ത വർക്കൗട്ട് കാണാൻ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ബട്ട് അത് പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് ടു ഹാർഡ്. ആൻഡ് അത് എന്താ പറയുക, ശരിക്കും ആ മസിലിനെ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് കൈയിന്റെ ഈ ഒരു പോർഷനിൽ സ്കിൻ ലൂസായി വരിക എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കൗട്ട്സ് ആണ് ഞാനും എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആണ് ശ്രീലക്ഷ്മി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഷ്യൂർ. ഫസ്റ്റ് നമുക്ക് കാല് രണ്ടും ചേർത്ത് വെച്ചിട്ട് വി ഷേപ്പിൽ ഓപ്പൺ ചെയ്യുക, ഹിപ്സിന്റെ വിഡ്ത്തിൽ വൈഡ് ആയിട്ട് വെക്കുക. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ബോഡി ഒരു ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം, മുമ്പിലേക്കോ ബാക്കിലേക്കോ പുഷ് ചെയ്ത് നിൽക്കരുത്, കറക്റ്റ് സെന്ററിൽ പൊസിഷനിൽ നിൽക്കുക. യൂഷ്വലി ഡംബിൾസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കൈ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് അറിയാതെ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരും ചിലപ്പോൾ. അപ്പോൾ ഈ ഇങ്ങനത്തെ പൊസിഷനിലേക്ക് വന്നാൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല റിസ്റ്റിന് ഇഞ്ചറി വരും. അപ്പൊ ഇതിനെപ്പോഴും അങ്ങനെയും വെക്കരുത്, ഡൗൺ ആയിട്ടും വെക്കരുത്. ഇത് രണ്ടും റോങ് ആണ്. കറക്റ്റ് ആയിട്ട് ഈ ഒരു ലൈനിൽ തന്നെ ഈ നക്കിൾസ് പോയിന്റിലേക്ക് വരുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം പിടിക്കാനായിട്ട്. ഓക്കെ, രണ്ട് കൈയും ഷോൾഡർ ലെവലിൽ ലിഫ്റ്റ് ചെയ്യും. ഇത് 1/2 kg ഡംബിൾസ് ആണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക 20 seconds. 1 2 3 4 5 6. ഈ മസിൽസ് എല്ലാം എൻഗേജ് ചെയ്തുകൊണ്ട് വേണം നിൽക്കാനായിട്ട് കേട്ടോ. 9 10. കയ്യിലെ മസിൽസ് എല്ലാം എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാം. 13 14 15 16 17 18 19 20. സോറി, ഇനി അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 5 more. ഈ മസിൽസ് ഒക്കെ ഇവിടെ എല്ലാം എൻഗേജ് ചെയ്തുകൊണ്ട് വേണം ഇത് ഹോൾഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സർക്കിൾ ചെയ്യാം. 1 2 3 4 5 6. രണ്ട് കൈ ഒരേപോലെ സ്ട്രെച്ച് ചെയ്യൂ. 7 8 9 10 11 12 13 14 15 16 17 18 19 20. Reverse. 1 2 3 4 5 6. കൈ സ്ട്രെച്ച് ചെയ്യൂ. 7 8 9 10 11 12 13 14. Stretch. 15 16 17 18 19 20. സ്ലോ ആയിട്ട് ഡൗൺ ചെയ്യാം. എവിടെ ഫീൽ ചെയ്യുന്നത് ഒന്ന് തൊട്ട് കാണിക്കൂ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് അല്ലേ. ഇനി കൈ ലിഫ്റ്റ് ചെയ്തിട്ട് രണ്ട് കൈയും കൂടി ഓവർ ഹെഡ് പ്രസ് നമ്മൾ യൂഷ്വലി ചെയ്യാറില്ലേ. ഓക്കെ, രണ്ട് കൈയും ലിഫ്റ്റ് ചെയ്യുക മുകളിലേക്ക്, എന്നിട്ട് പുറകിലേക്ക് ബെൻഡ് ചെയ്യും. ഇപ്പൊ എൽബോ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഈ രണ്ട് പോയിന്റും മുകളിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം നമ്മൾ സാഗിങ് വരുന്ന ആ ഒരു പോർഷൻ ആണ് ഇത്. അപ്പൊ ഈ ഭാഗം നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ടെൻഷനും കംപ്ലീറ്റ് എൻഗേജ്മെന്റും ഈ മസിൽസിന് കൊടുക്കാം. കൈ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. Come on. 5 more. Down. 4. Elbow move ആവാൻ പാടില്ല കേട്ടോ. 3 2. Last one. ഈ പോസ്റ്റർ കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ അത് നിങ്ങൾ ആ വർക്കൗട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇനിയിപ്പോ രണ്ട് കൈയും കൂടെ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് സിംഗിൾ ഹാൻഡിൽ ചെയ്യാം. മറ്റേ കൈ അങ്ങനെ തന്നെ വെച്ചാൽ സിംഗിൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ മാക്സിമം താഴോട്ട് ബെൻഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ആൻഡ് ലിഫ്റ്റ്. 1 down 2 down up, breathe out and up. 3 look straight. 4 up, very good. 5 muscles engage ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. up
6, 7. നിങ്ങൾക്കും എൽബോ ചെയ്തോ കേട്ടോ. അരക്കിലോ കൂടി ആണെങ്കിൽ പോലും സ്ട്രെങ്ത് കുറവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഷിവർ ചെയ്യും ഇങ്ങനെ പിടിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ലിഫ്റ്റ് ചെയ്താൽ മതി. എത്രണ്ണായി? 10. 10 മതി. മറ്റേ കൈ ചെയ്യും. കൈ ഇത് താഴ്ത്തിയിട്ട് 1 down, 2 down, 3 down, 4 down, 5 down, 6 down, 7 down. ഫീൽ ചെയ്യുന്നുണ്ടോ? 8 down, 9 down. സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ലാസ്റ്റ് 1 10 down. ഇപ്പൊ ചെയ്ത വർക്കൗട്ട് കാണാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, ബട്ട് അത് പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് ടു ഹാർഡ്. ആൻഡ് അത് എന്താ പറയുക, ശരിക്കും ആ മസിലിനെ ശരിക്കും എഫക്ട് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ചെയ്ത എവിടെ, ഏത് പോർഷൻ? ഈ പോർഷൻ അല്ലേ? എക്സാക്ട്ലി. വെരി ഗുഡ്. പിന്നെ ഹാഫ് kg വർക്ക്ഔട്ട് ആദ്യമായിട്ട് ഹാഫ് kg കൊണ്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫീൽ? ആദ്യമായിട്ട് ഹാഫ് kg തരുന്നപ്പോൾ തോന്നിയത് ആ ഹാഫ് kg അല്ലേ, ഓക്കെ നമ്പർ ഓഫ് ടൈംസ് വി ക്യാൻ ഡു. ഈ ഹാഫ് kg കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആകെ ഒരു ഹാഫ് kg ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് എന്ത് നമുക്ക് മസിൽസിന് എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? ബട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് വൻ ഫസീല എക്സ്പ്ലെയിൻഡ് അതിൻ്റെ ഓരോ മെത്തേഡ് എങ്ങനെയാ ചെയ്യണമെന്ന് പറയണം. പ്രോപ്പർ രീതിയിൽ അത് ചെയ്യുന്ന സമയത്ത് ഹാഫ് kgയുടെ കറക്റ്റായ എന്താണ് അതിൻ്റെ ഇത് എന്നുള്ളത് ശരിക്കും മസിൽസിനും ഫീൽ ചെയ്തു. ആൻഡ് നമുക്ക് പെട്ടെന്ന് ടയേർഡും ആവുന്നുണ്ട്. ആൻഡ് നമ്മൾക്ക് തോന്നും വി ക്യാൻ ഡു 100 ടൈംസ് അല്ലെങ്കിൽ ഒരു മോർ ദാൻ നമ്മൾ എക്സ്പെക്ട് കാട്ടിലും കൂടുതൽ ടൈം ചെയ്യാൻ പറ്റും തോന്നും. നോ, വി കാൺ ഡു ഇറ്റ്. ഇഫ് യു ആർ ഡൂയിങ് പ്രോപ്പർലി ചെയ്യുമ്പോൾ ലെസ് ഹാഫ് kg കൊണ്ട് നമുക്ക് വളരെ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതും പ്രോപ്പർ മെത്തേഡിൽ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യുവർ ഓൾ ദ മസിൽസ്. ഡെഫിനറ്റ്ലി ആ ചേഞ്ചസ് അറിയാൻ പറ്റുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. Thank you, Srilakshmi. Thank you, and such a wonderful trainer for me. So that is also very good, because if you have a trainer like this, definitely you will do. And she will make you to do like this. And the changes you will definitely feel it in the whole body itself. Thank you. വർക്ക്ഔട്ട്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നല്ല സ്ട്രെച്ചിങ്സ് കൊടുക്കണം. സ്ട്രെച്ചിങ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് പിന്നീട് നിങ്ങൾക്ക് ബോഡി പെയിൻ ഉണ്ടാക്കും, എന്തെങ്കിലും മസിൽസിന് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ഒരു മിനിമം ഒരു 15 to 20 സെക്കൻഡ്സ് എങ്കിലും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സ്ട്രെച്ചിങ്സ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് ശ്രീലക്ഷ്മിക്ക് ഒരുപാട് താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ പറയൂ. Bye bye.